കോഴിക്കോട് ഓഫീസ് ക്ലബ്ബിൽ മദ്യലഹരിയിൽ യുവാവ് തോക്ക് ചൂണ്ടി ചുറ്റുമുള്ളവരെ ഭീഷണിപ്പെടുത്തി. ഉള്ളിയേരി സ്വദേശി സുധീന്ദ്രനായി പോലീസ് അന്വേഷണം തുടങ്ങി. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. കോഴിക്കോട് നിന്ന് ലിനറ്റ് വർഗീസ് ചേരുന്നു. ലിനറ്റ്, എന്തിനായിരുന്നു ഈ പരാക്രമം? ഇയാളുടെ തോക്കിന് ലൈസൻസ് ഉണ്ടോ? പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി പത്മ, ഇന്നലെ വൈകുന്നേരം 8 മണിയോടുകൂടിയായിരുന്നു കോഴിക്കോട് ഓഫീസ് ക്ലബ്ബിൽ ഇത്തരത്തിൽ മദ്യലഹരിയിലെത്തിയ യുവാവിന്റെ പരാക്രമം ഉണ്ടായിരുന്നത്. അതായത് തോക്ക് ചൂണ്ടി ഈ ആളുകളെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇദ്ദേഹം. നിതീഷ് എന്ന ആളുടെ പരാതിയിന്മേൽ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഉള്ളേരി സ്വദേശിയായ സുധീന്ദ്രനെതിരെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. സുധീന്ദ്രൻ ഈ ഒരു ഓഫീസിലോട്ട് ഈ ഒരു ക്ലബിലേക്ക് കയറി വരികയും അവിടെ നിന്ന് നിതീഷ് എന്ന ആളോട് തർക്കിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതിയിന്മേൽ പറയുന്നത്. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ കാറിനകത്ത് ഈ ഇത്തരത്തിലുള്ള ഈ ഒരു എയർ പിസ്റ്റൾ കണ്ടു എന്നാണ് പറയുന്നത്. ആദ്യം ഇത് ഒരു തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിയിലായിരുന്നു പരാതി നൽകിയിരുന്നത്. പിന്നീട് ഈ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് പോലീസ് ഇതൊരു എയർ പിസ്റ്റൾ ആണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഉള്ളിയേരി സ്വദേശിയായ സുധീന്ദ്രന് വേണ്ടി അന്വേഷണം നടത്തുകയാണ്. എന്തിനാണ് ഭീഷണിപ്പെടുത്തിയത് എന്ന കാര്യങ്ങളും എന്തായിരുന്നു യഥാർത്ഥ പ്രശ്നം എന്ന് അറിയണമെങ്കിൽ ഈ സുധീന്ദ്രനെ ഇനി കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു മുണ്ടിന്റെ ഉള്ളിൽ തോക്ക് വെച്ചുകൊണ്ടായിരുന്നു ഈ ഒരു ക്ലബിലോട്ട് കയറി വന്നത്. അതിനുശേഷം അവിടെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ഈ ഒരു തോക്ക് ചൂണ്ടി പേടിപ്പിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ഒരു പരാതിയിന്മേലാണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ലക്ഷ്മി പത്മ. ലിനറ്റ് വർഗീസ്, കോഴിക്കോട് നിന്ന്.